വേറിട്ട രീതിയിൽ സുവിശേഷണ പ്രഘോഷണവുമായി ഒരു ഈശോസഭ വൈദികൻ. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ജീവിതം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രൊഫസർ ഡോക്ടർ സാജു ജോർജ് അച്ഛൻ ഇപ്പോൾ യൂറോപ്യൻ പര്യടനത്തിലാണ്. നൂറുകണക്കിന് ആളുകളാണ് അച്ഛന്റെ നൃത്തം ആസ്വദിക്കാനായി ഒത്തുചേരുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രൊഫസർ ഡോക്ടർ സാജു ജോർജ് എസ്. അദ്ദേഹം ഒരു ജെസ്യൂട്ട് വൈദികനാണ്. അതോടൊപ്പം തന്നെ ഇന്ന് യൂറോപ്പിലേക്ക് അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ്. അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ജർമ്മനിയിലും യൂറോപ്പിലൊക്കെ അവതരിപ്പിക്കുകയാണ്. അച്ഛൻ അവതരിപ്പിക്കുന്നത് സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെയും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധരുടെ ജീവിതമൊക്കെ അച്ഛൻ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അച്ഛനെപ്പോൾ ഒരു യൂറോപ്യൻ പര്യടനത്തിലാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അച്ഛൻ സന്ദർശിച്ചു കഴിഞ്ഞു. അച്ഛനെക്കുറിച്ച് ജർമ്മൻ TV ഒരു 10 വർഷം മുമ്പ് നടത്തിയ ഒരു ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞത് ഇന്ത്യൻ കൾച്ചറിൻ്റെയും ഇന്ത്യൻ ഡാൻസിൻ്റെയും ഒരു അംബാസിഡർ, യൂറോപ്പിലേക്കുള്ള അംബാസിഡറാണ്. അതുപോലെ തന്നെ ഈ മ്യൂണിക്കിലെ കർദിനാൾ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് വേറൊരു തരത്തിലുള്ള ഒരു ക്രിസ്തു അനുഭവം എന്നാണ്. അച്ഛൻ തന്നെ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ ഈ മിഷനെക്കുറിച്ചും ഒന്ന് പറയും നമ്മളോട്. അച്ഛൻ എന്താണ് മിഷൻ? അച്ഛൻ്റെ വീട് എവിടെയാണ്? നാട് എവിടെയാണ് അച്ഛൻ നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? എൻ്റെ വീട് ഇലഞ്ഞി പെരുവ അടുത്ത് ശാന്തിപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ. ഞാൻ അവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോന്നു. ഈശോ സഭയിൽ ചേർന്നു, കാൽക്കട്ട പ്രൊവിൻസിൽ. അവിടെ പഠിച്ച് ഇപ്പോൾ ഒരു ജെസ്യൂട്ട് ഫാദറായി. ഈ ഫാദർ ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡാൻസിലും തിയേറ്ററിലും മ്യൂസിക്കിലും ഒക്കെ ചില ഡിപ്ലോമകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ എടുത്തു. പ്രത്യേകിച്ചും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ, ഭരതനാട്യത്തിൽ ഞാനൊരു മാസ്റ്റേഴ്സ് എടുത്തു. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ഫിലോസഫി ഓഫ് ഇന്ത്യൻ ഡാൻസ്, അതിൽ ഒരു PhD എടുത്തു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള നൃത്തങ്ങൾ മാത്രമല്ല, ബൈബിളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധരുടെയും വിശുദ്ധമാരുടെയും പലരുടെയും ജീവിതങ്ങൾ ഈ നാട്യ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ ജീവിത സംഭവങ്ങളും വിശുദ്ധരുടെ ജീവിതവുമാണ് അച്ഛനും ടീമും പ്രധാനമായി അവതരിപ്പിക്കുന്നത്. പാരീസിലുള്ള കോൺഗ്രിഗേഷൻ ഓഫ് മിഷന്റെ ക്ഷണം സ്വീകരിച്ചാണ് 10 പേരടങ്ങുന്ന അച്ഛന്റെ സംഘം ഈ വർഷം യൂറോപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. Das von der indischen Kultur zu uns zu bringen, das finde ich sehr beeindruckend. അച്ഛൻ പറയുന്നത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ഇന്ത്യൻ കൾച്ചറൊക്കെ ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഒരു ഇന്ത്യൻ കൾച്ചർ രീതിയിൽ അവതരിപ്പിച്ചൊക്കെ അച്ഛന് നല്ലൊരു അനുഭവമായിരുന്നു. আমাদের
ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഈ വർഷം അച്ഛൻ നൃത്തരൂപത്തിൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നത് ഞങ്ങൾ ഫ്രാൻസിൽ ഒരു 10 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫ്രാൻസിൽ നൃത്തനാട്യം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ഒരു 10-12 സ്ഥലത്ത്, ജർമ്മനിയിൽ ഇപ്പോൾ ഒരു 4-5 സ്ഥലത്ത്. ഇനി ഇവിടുന്ന് ഞങ്ങൾ വിയന്ന ഓസ്ട്രിയയ്ക്ക് പോവും. വിയന്നയിലും ഗ്രാറ്റ്സിലും ഈ പ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ ലൈഫാണ്. ലൈഫ് ആൻഡ് ഈ സ്പിരിച്വാലിറ്റി. ഇത് സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ നമ്മുടെ അവരുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചിട്ട് 400 വർഷമാവുകയാണ്. അതിൻ്റെ സെലിബ്രേഷനായിട്ട് ഈ കോൺഗ്രിഗേഷൻ്റെ ജനറൽ അച്ഛനും പ്രൊവിൻഷ്യൽ അച്ഛനും ഒക്കെ ഫ്രാൻസിൽ നിന്ന് എനിക്ക് ഇത് കമ്മീഷൻ ചെയ്ത് ഞാൻ ഈ നൃത്തനാട്യം രൂപത്തിൽ ഈ സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ ലൈഫ് ചെയ്ത്, അത് ബംഗാളി ലാംഗ്വേജിലാണ്, അത് മലയാളവും ഉണ്ട് ഇടയ്ക്ക്, അത് ചെയ്യുകയാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ ടൂറിൽ. നിങ്ങൾ എത്ര പേരടങ്ങിയ ടീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഞങ്ങൾ 9 പേരടങ്ങിയ ടീമാണ്. ഞാനും 8 പേരെ എൻ്റെ ശിഷ്യന്മാരും. താങ്ക് യു അച്ഛാ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പത്ത് വർഷം മുമ്പ് അച്ഛനെക്കുറിച്ച് ഒരു മാധ്യമത്തിൽ വന്ന ഡോക്യുമെൻ്ററിയിൽ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെയും ഇന്ത്യൻ കൾച്ചറിൻ്റെയും യൂറോപ്പിലേക്കുള്ള അംബാസഡർ എന്നാണ് അച്ഛനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം തന്നെ ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെല്ലാം അച്ഛൻ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു.